സഹാബികൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോടുണ്ടായിരുന്ന ബഹുമാനം, സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും കാലം ഇപ്പുറത്തേക്കെത്തി. തിന്മകളും ഹറാമുകളും വ്യാപിച്ചൊരു കാലഘട്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുന്ന ആളുകൾ വ്യാപിച്ചൊരു കാലഘട്ടത്തിലാണ്. ആളുകൾ ചിലർക്കെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് മനസ്സ് മടുത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾ ചിലതെങ്കിലും ചത്തുപോയതുപോലെയാണ്. എന്തു കേൾക്കുന്നതും അവർക്കൊരു പ്രയാസമില്ലാതെ ഇരിക്കുന്നു. എന്നിട്ട് ഇത് പോയിട്ട് കേൾക്കുക, ഇത് പോയിട്ട് നിനക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുന്ന ആളുകൾ ഇതുകൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് നിനക്കറിയാം. ഇത് നീ പോയിട്ട് ഇത് എന്തിനാണ് കാണുന്നത്? എന്തിനാണ് നീ ഇത് പോയിട്ട് കാണുന്നത്? മുസ്ലിങ്ങളായ ആൾക്കാരെന്നെ ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യും. നിനക്ക് ഇത്ര ബുദ്ധിയില്ലേ? ഇത്ര നിനക്ക് വിവേകമില്ലേ? ഇത് പോയിട്ട് കാണുന്നത്, നീ കാണുന്നതനുസരിച്ച് ഇവന് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക, നീ കാണുന്നതനുസരിച്ച് ഇത് കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുകയും ചീത്ത പറയുകയും കളിയാക്കുകയും ചെയ്യുന്ന ആളുകളുടെ പിറകിൽ അത് പോയിട്ട് കാണുക, അത് പോയിട്ട് കേൾക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് വലിയ ബാധ്യതയുണ്ട്. അത്തരം ആളുകളോട് ചേർന്നിരിക്കുക, അവരോട് തമാശ പറയരോടും. ആളുകൾ എന്നിട്ട് ഇതിലേക്ക് തമാശ പറയുന്നത് കാണാം. അല്ലെങ്കിൽ ഇത്തരം ആളുകളെ പുറത്തു വെച്ച് കണ്ടാൽ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം ചിരിച്ചു നിൽക്കുക, അവരെ ഒപ്പം ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അവരായിട്ട്. ഒരു മുസ്ലിമിന് ഇത് അനുയോജ്യമല്ല. ഞാൻ ഈ അടുത്ത് കണ്ടു, സുബ്ഹാനല്ലാഹ്, നല്ല താടി വെച്ച ആൾക്കാർ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അള്ളാഹു അല്ല രാത്രി നിസ്കരിക്കുക വരെ ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ പണ്ടുകാലം മുതലേ പണിയെടുത്ത് തുടങ്ങിയ ഒരുത്തൻ, അവനായിട്ട് രണ്ട് ഭാഗത്തുനിന്ന് നല്ല താടി വെച്ച രണ്ട് ആൾക്കാർ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഇന്നാളെ ഈ മാഷ ഇന്ന് കണ്ടതാണ്. എങ്ങനെ നിനക്കിത് സാധിക്കുന്നത്? എങ്ങനെയാണ് നിനക്കിത് പറ്റുന്നത്? നിൻ്റെ വാപ്പാനെ ചീത്ത വിളിച്ചൊരുത്തനാണെങ്കിൽ അവൻ്റെ ഒപ്പം പോയിട്ട് ഇങ്ങനെ നിൽക്കുമെന്ന് നിനക്ക് പറ്റുമോ? എനിക്കറിയില്ല, എനിക്ക് എങ്ങനെയാണത് മനസ്സിലാവുന്നില്ല. ആൾക്കാർ പറയും ഇതൊരു പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ ബഹുമാനം. നിൻ്റെ സ്വന്തം ബാപ്പാനെ നിന്നെ ചീത്ത വിളിച്ചാൽ വണ്ടിമേലൊന്ന് ചെറിയായി വർദ്ധി കഴിഞ്ഞാൽ നാട്ടിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരായിട്ട് നിനക്ക് എങ്ങനെയാണ് ചിരിക്കാൻ പറ്റുന്നത്? നിനക്ക് എങ്ങനെയാണ് അവരോട് മമതയുണ്ടാകുന്നത്? അല്ലെങ്കിൽ അവരോട് അതെ, തെറ്റിദ്ധാരണ കൊണ്ട് അകപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പക്ഷെ ഇത് തെറ്റിദ്ധാരണയല്ല എന്ന് നിനക്ക് ബോധ്യമുണ്ട്. എന്നിട്ട് ഈ ആളുകളായിട്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നു എന്നത് തന്നെ വലിയൊരു വിപത്താണ്. ഇത് കേട്ടിട്ട് നിൽക്കേണ്ടി വരാന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ ചീത്ത പറയുന്ന ആൾക്കാരെ കേട്ട് നിൽക്കുക എന്നുള്ളത്, ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ടി വരിക എന്നത് വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് റസൂലുള്ളാഹിന്റെ ജീവിതം വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അതേ പറ്റുള്ളൂ. അത് നിങ്ങൾ അതിനു മാത്രം ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസുകൾ വിവരിച്ചു കൊടുക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിപ്പിക്കുക, ആ വിഷയത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ആൾക്കാർക്കിടയിൽ അവർ എത്രയും അത് ഇരട്ടി ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞ പോലെ 2 ഹൗദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് 2 ഹൗദുണ്ട്. ഒന്ന് അവിടുത്തെ സുന്നത്തിൻ്റെ ഹൗദാണ്, അവിടുത്തെ സുന്നത്ത് ആകുന്ന ഹൗദാണ്. അത് ഈ ദുനിയാവിലുണ്ട്. അതിന്ന് വേണ്ടുവോളം കുടിക്കുക. അതിൽ നിന്ന് നീ എത്ര കുടിച്ചോ അത്രയും നിനക്ക് നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടമകളും ബാധ്യതകളും നിറവേറ്റുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ.